ഹായ് ഗൈസ്, ഇവനാണ് കൊല, കാട്ടിലെ ഏറ്റവും ഉറക്കമുള്ള ജീവി. കഴിഞ്ഞ ദിവസം എന്നെ വിളിച്ചിട്ട് നമ്മുടെ വ്യൂവേഴ്സിന് വേണ്ടി സാറിനെ പറ്റിയുള്ള കുറച്ച് അമേസിംഗ് ആയിട്ടുള്ള ഫാക്ട്സ് ഒക്കെ ഞാൻ പറഞ്ഞിട്ടെന്ന് ചോദിച്ചു. ആ ഫോൺ കോൾ നിങ്ങളൊന്ന് കേട്ട് നോക്ക്. ഹലോ. ഹായ് സാർ. സാർ, ഞാൻ സാറിനെ പറ്റി ഒരു വീഡിയോ ചെയ്യാനായിട്ട്. അല്ല സാർ, സാറിനെ പറ്റി അറിയാൻ നമ്മുടെ വ്യൂവേഴ്സ് മേലാൽ വിളിക്കരുത്. പകലൊക്കെ വിളിക്കുന്നത് അന്തസ്സുണ്ടല്ലോടാ, അന്തസ്സുണ്ടല്ലോ മനുഷ്യന്. 11 മണിക്ക് ഒരാളിനെ വിളിച്ചു നോക്കിയിട്ട് ആരാധകനാണ്. ഏത് ആരാധകൻ? ഞാൻ പറഞ്ഞു വന്നിട്ട് ആരാധിക്കാൻ. ഓ, പറഞ്ഞത് മാത്രം ഓർമ്മയുള്ളൂ. കാര്യമാണെന്ന് അങ്ങനെയൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാലും അണ്ണനെ പറ്റി നമുക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. കാട്ടിലെ ഏറ്റവും ഉറക്കമുള്ള ജീവിയാണ് നമ്മുടെ ഈ കോലാസ് ചേട്ടന്മാർ. ഇതിന് കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ കഴിക്കുന്ന ഫുഡിൻ്റെ പ്രത്യേകതയാണ്. പ്രധാനമായിട്ടും യൂക്കാലിപ്റ്റസിൻ്റെ ഇലയാണ് ഇവർ കഴിക്കുന്നത്. ഈ ഇലകൾ ദഹിക്കാൻ ഭയങ്കര പാടാണ്. അത് മാത്രമല്ല, അവർക്ക് കിട്ടുന്ന എനർജിയുടെ ലെവലും ഭയങ്കര കുറവായിരിക്കും. അതുകൊണ്ടാണ് ഒരു ദിവസത്തിൻ്റെ 18 മുതൽ 22 മണിക്കൂർ വരെ ഇവർ ഉറങ്ങുന്നത്. വേറൊന്നും കൊണ്ടല്ല കേട്ടാ. എന്തൊരു സുഖമുള്ള ജീവിതമല്ലേ. വല്ല കോലാസായിട്ട് അടിച്ച് ചെയ്യുമ്പോൾ ജനിച്ചാൽ മതി നിങ്ങൾ ചിന്തിക്കും. പക്ഷേ നിങ്ങൾ ഇതും കൂടെ കേൾക്കണം. ഇവർ കഴിക്കുന്ന യൂക്കാലിപ്റ്റസ് ഇലകളിൽ ചില ടോക്സിൻസ് കണ്ടുവരുന്നുണ്ട്. ഇവരുടെ ലിവറാണ് ഇതിനെ ഒന്ന് അലിയിച്ച് ഒന്ന് സെറ്റാക്കി ഒന്ന് ദഹിപ്പിച്ചെടുക്കുന്നത്. ഇവരുടെ ലിവറിൻ്റെ കഴിവുകൊണ്ടാണ് ഇത് ഡീടോക്സിഫൈ ചെയ്ത് ഇവർക്കിങ്ങനെ ജീവിച്ചു പോകാൻ പറ്റുന്നത്. കഴിക്കുന്ന ആഹാരം ഇത്രയും നേരം എടുത്ത് ദഹിക്കുന്നതുകൊണ്ട് തന്നെ ഇവർക്ക് കിട്ടുന്ന എനർജിയുടെ ലെവലും ഭയങ്കര കുറവായിരിക്കും. അതുകൊണ്ടൊക്കെയാണ് ഇവരിങ്ങനെ എപ്പോഴും കിടന്ന് ഉറങ്ങുന്നത്. ഇവിടെ എനിക്കൊക്കെ 3 നേരം ചോറ് കഴിച്ചാലും ഇടയ്ക്കിടയ്ക്ക് വായിക്കോട്ടെ വരും. അതൊക്കെ പോട്ടെ, നമുക്കിനി ഇവരുടെ ഫാമിലി ഏതാണെന്ന് നോക്കാം. പാസ്കലോർ സിറ്റിയുടെ ഫാമിലിയിൽപ്പെട്ടവരാണിവർ. ഈ ഫാമിലിയിൽ ഇന്ന് ഭൂമിയിൽ ജീവനോടുള്ള ഏക ജീവി വർഗ്ഗമാണിവർ. ഇത് മാത്രമല്ല, ശരിക്കും പറഞ്ഞാൽ ഇവരൊരു കില്ലാടികൾ തന്നെയാണ്. ഏത് മരങ്ങളും ഇവർക്ക് പെട്ടെന്ന് ഇങ്ങനെ വലിഞ്ഞ് കയറാനാവും. കാര്യം ഇവരുടെ കാലിനും കൈക്കും ഒക്കെ നല്ല ക്ലൈംബിങ് എബിലിറ്റി ഉണ്ട്. അതുമാത്രമല്ല, ഇവരുടെ നീളമുള്ള നഖങ്ങൾ കാരണം മരം കയറുമ്പോൾ പെട്ടെന്ന് നല്ല ഗ്രിപ്പും കിട്ടും. അതുകൊണ്ട് തന്നെ ഇവർ ജീവിതകാലം മുഴുവൻ ലൈൻമാൻ ലെവലപ്പൻ പോലെ എപ്പോഴും മുകളിലായിരിക്കും. ഇതിൽ പെൺ കോലാസിന് ശരീരത്തിൻ്റെ മുൻവശത്തായിട്ട് പൗച്ചുകൾ കാണാനാവും. നമ്മുടെ കങ്കാരുക്കളെ പോലെ തന്നെ ഈ പൗച്ചിനുള്ളിലാണ് കുഞ്ഞ് കോലാസ് ഒരു 6 മാസം വരെയൊക്കെ ജീവിക്കുന്നത്. നമ്മുടെ മനുഷ്യന്മാരെ പോലെ തന്നെ ഈ കോലാസിൻ്റെ ഫിംഗർ പ്രിൻസും ഭയങ്കര യൂണീക്കായിരിക്കും. അതുകൊണ്ട് കാട്ടി വല്ല റേഷൻ കട ഇട്ടാലും ഇവർ കഞ്ഞി കുടിച്ചു പോകും. ആശയവിനിമയത്തിനായിട്ട് പലതരത്തിലുള്ള സൗണ്ടുകളാണ് ഇവരുണ്ടാക്കുന്നത്. ഏകദേശം 1 കിലോഗ്രാമോളം യൂക്കാലിപ്റ്റസ് ഇലകൾ ഒരു ദിവസം ഇവരകത്താക്കും. കടുവകളെ പോലെ തന്നെ ഓരോ കോലാസിനും ടെറിട്ടറികളുണ്ട്. അവർക്ക് സ്വന്തമായിട്ട് ആ ടെറിട്ടറിയിൽ മറ്റാരെയും അവർ കയറാൻ സമ്മതിക്കില്ല. നഖങ്ങൾ വെച്ചിട്ട് വളരെ മൂർച്ചയുള്ള നഖങ്ങളാണ് ഇവർക്ക്. അതുകൊണ്ട് തന്നെ ഈ നഖങ്ങൾ വെച്ചിട്ട് മരങ്ങളിലൊക്കെ ഇങ്ങനെ വലിഞ്ഞ് കീറി അവരുടേതായ ടെറിട്ടറികൾ അവരിങ്ങനെ അടയാളപ്പെടുത്തി വെക്കും. കോലാസ് പ്രധാനമായിട്ട് ഓസ്ട്രേലിയയിലാണ് ഇവർ പ്രധാനമായിട്ടും ഇവർ കണ്ടുവരുന്നത്. ഓസ്ട്രേലിയയിലെ യൂക്കാലിപ്റ്റസ് ഫോറസ്റ്റുകളിലാണ് ഇവർ പ്രധാനമായിട്ടും കാണുന്നത്. 60 സെൻറ്റിമീറ്റർ തൊട്ട് 85 സെൻറ്റിമീറ്റർ വരെ നീളവും 14 കിലോ ഭാരവും ഇവർക്ക് കണ്ടുവരുന്നുണ്ട്. കുഞ്ഞു കോലാസിന് ജനിക്കുമ്പോൾ തന്നെ കാഴ്ചയോ ദേഹത്തെ രോമങ്ങളോ ഒന്നും കാണുന്നില്ല. പിന്നീട് അമ്മയുടെ പൗച്ചിൽ കിടന്നാണ് ഇവർക്ക് പൂർണ്ണമായിട്ടും വളർച്ച പ്രാപിക്കുന്നത്. അത് മാത്രമല്ല, ഇവർ വെള്ളം കുടിക്കുന്നതിൻ്റെ അളവ് ഭയങ്കര കുറവായിരിക്കും. കാര്യം എന്ന് പറഞ്ഞാൽ ഇവർ ഈ യൂക്കാലിപ്റ്റസിൻ്റെ ഇലകൾ മാക്സിമം കഴിച്ചിട്ട് അതിനകത്തു നിന്നുള്ള വെള്ളത്തെ പരമാവധി ശരീരത്തേക്ക് ആഗിരണം ചെയ്യുകയാണ് ചെയ്യുന്നത്. വളരെ വളരെ റെയറായിട്ട് മാത്രമേ ഇവർ പോയി വെള്ളം കുടിക്കാറുള്ളൂ. പക്ഷേ വളരെ സങ്കടകരമായ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ കോലാസ് ഇപ്പം ഭയങ്കരമായിട്ട് വംശനാശത്തിൻ്റെ എഡ്ജിൽ പോയി നിൽക്കുകയാണ്. ഏകദേശം 80% കോലാസോളം അവരുടെ ആവാസ വ്യവസ്ഥ നഷ്ടമായതിനെ തുടർന്ന് ഈ ഭൂമിയിൽ നിന്നും ഇല്ലാതായി കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഇവരുടെ സംരക്ഷണത്തിനായിട്ട് നിരവധി പദ്ധതികളാണ് പ്രധാനമായിട്ടും ഓസ്ട്രേലിയയിൽ നടന്നു വരുന്നത്. പിന്നെ ഈ കോലാസ് ചേട്ടന്മാരും ചേച്ചിമാരും ഒക്കെ പ്രധാനമായിട്ട് ഇൻട്രോവേർട്ടുകളെ പോലെയാണ്. എപ്പോഴും തന്നെ ഒറ്റയ്ക്കായിരിക്കും ഇവരിയ്ക്കുക. 10 മുതൽ 12 വർഷങ്ങൾ വരെ മാത്രമേ ഇവർ ഭൂമിയിൽ ജീവിച്ചിരിക്കൂ. ഭയങ്കര ക്യൂട്ടായിട്ടുള്ളൊരു രൂപവും അതിനൊത്ത ഒരു ശരീരവും ഒക്കെയാണ് ഇവർക്ക്. അതുകൊണ്ട് തന്നെ ഈ മൃഗശാലകളിലൊക്കെ പിള്ളേരുടെയൊക്കെ മുമ്പിൽ ഇങ്ങനെ ക്യൂട്ട്നെസ് ഒക്കെ വാരി എറിയുകയാണ് ഇവരുടെ പ്രധാനപ്പെട്ട പണിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഭൂമിയിലെ മറ്റെല്ലാ ജീവജാലങ്ങളെയും പോലെ ഒരുപാട് അത്ഭുതങ്ങൾ നിറഞ്ഞ ഒരു ജീവിതമാണ് നമ്മുടെ ഈ കോലാസിൻ്റേത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഇത് എത്തിക്കാൻ ശ്രമിക്കുക. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.